അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നമ്മുടെ മദ്രസ ഗ്രൂപ്പിൽ മുനാഖഷയുടെ ഒരു സബ്ജക്റ്റ് കണ്ടു. കുട്ടികളുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരുപാട് ചർച്ചകളൊക്കെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ലിങ്കുകളൊക്കെ ഉസ്താദുമാർ കൊണ്ടിട്ടിട്ടുണ്ട്. പലരും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അച്ചടക്കം എന്നുള്ളതാണല്ലോ വിഷയം. അതിൽ തന്നെ ഒരു ഉസ്താദ് യുക്തിപൂർവമായ ഒരു ചോദ്യമൊക്കെ ചോദിച്ചു, കുട്ടിയെ നിർബന്ധപൂർവ്വം അടക്കിയിരുത്തുന്നതിന് അച്ചടക്കം എന്ന് പറയുമെന്നൊക്കെ. ഓക്കെ, അപ്പം വളരെ വിശാലമായൊരു ടോപ്പിക്കാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇൻട്രസ്റ്റഡ് ഉള്ള ഏരിയയും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വന്നത്. പല ഉസ്താദുമാർക്കും ഉപകരിക്കുമെന്ന് കരുതിയിട്ടാണ്, ഇൻഷാ അല്ലാഹ്. ഓക്കെ, കുട്ടികളുടെ അച്ചടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികൾ എങ്ങനെ ഇരിക്കും, ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്ലാസ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണല്ലോ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ചർച്ചാ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ വിഷയം എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. കാരണം ഇത് അത്രമേൽ വിശാലമായ വിഷയമാണ്. കാരണം കുട്ടിയുടെ അച്ചടക്കം എന്ന് പറയുന്നത് കുട്ടിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കുട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് മുകളിലോട്ടും ഒരുപാട് താഴോട്ടേക്കും ഇറങ്ങി വരും. കുട്ടികളുടെ സൈക്കോളജിയെക്കുറിച്ച് നമ്മളവിടെ സംസാരിക്കണം, കുട്ടികളുടെ ന്യൂറോളജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, കുട്ടികളുടെ ബിഹേവിയർ തെറാപ്പികളെക്കുറിച്ച് നമ്മളവിടെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്കവിടെ റിലേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ഓക്കെ, മുനാഖഷയിലൊക്കെ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും ടച്ച് ചെയ്യാൻ പറ്റുന്ന ചില ഏരിയകൾ ഞാനിവിടെ പറയുകയാണ്. ഉസ്താദുമാർക്ക് സംശയങ്ങളോ പേഴ്സണലോ ബന്ധപ്പെട്ടാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ സംസാരിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉള്ളത് നമ്മുടെ പെൺകുട്ടികൾ 2 കുട്ടികളാണ് ഉണ്ടാവുക. ഓക്കെ, മനുഷ്യ കുട്ടികളാണ് ഉണ്ടാവുക. ലോകത്ത് 6000-ൻ്റെ മേലെ സസ്തനികളുണ്ട് എന്നാണ് പറയുന്നത്. സസ്തനി എന്ന് വെച്ചാൽ മുല കൊടുത്തിട്ട് വളർത്തുന്ന ജീവികൾ. മനുഷ്യന് മാത്രമാണ് ലോങ് പീരീഡിൽ മുല കൊടുക്കുന്നത്. 2 വയസ്സ് വരെ കുട്ടികൾക്ക് മുല കൊടുക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മറ്റ് കുട്ടികളെ അപേക്ഷിച്ചിട്ട് ജനിക്കുന്ന മറ്റ് ആട്ടിൻകുട്ടി, പൂച്ചക്കുട്ടി, അങ്ങനെ എല്ലാ കുട്ടികളെ അപേക്ഷിച്ച് മനുഷ്യ കുട്ടികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചെറിയ പ്രായത്തിലേ അതിന് നോക്കേണ്ട ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് ഖുർആനിലും ഹദീസിലും സൈക്കോളജി ഫീൽഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരു ചെറിയ 1-2 ഉദാഹരണം പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ ക്ലോസ് ചെയ്യാണ്. ഒന്നാമത്, മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ഏകദേശം 350 ഗ്രാം തലച്ചോറേ ഏറെക്കുറെ ഉണ്ടാവുള്ളൂ. 350 ഗ്രാം. അത് പിന്നെ അടുത്ത 12 വയസ്സെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏജാണ്. ടീൻ ഏജ് എന്നാണ് നമ്മളതിന് പറയൽ, അല്ലേ? 12 ഓക്കെ, ടീനേജ്. ആ 12 വയസ്സിലേക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം 1500 ഗ്രാം തലച്ചോറിന് വളർച്ച ഉണ്ടാകുമെന്നാണ് ഏകദേശ പഠനങ്ങളാണ്. ഓക്കെ, അപ്പം ഏകദേശം 3 ഇരട്ടി 4 ഇരട്ടിയോളം ഒരു കുട്ടി ജനിച്ചതിന് ശേഷമാണ് എന്താവുന്നത് തലച്ചോറിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് ജീവികൾക്കൊക്കെയും ഏകദേശം 80-70% മേലെ ജനിക്കുമ്പം തന്നെ തലച്ചോറുണ്ടാകും എന്നുള്ളതാണ്. അവർക്ക് ഒരുപാട് പഠിച്ചെടുക്കേണ്ട ആവശ്യങ്ങളില്ല. ഒരു പൂമ്പാറ്റക്കാവട്ടെ, ഒരു മറ്റ് ജീവികൾക്കാവട്ടെ, ജനിക്കലോടുകൂടി തന്നെ അവർ എന്താവണം എന്നുള്ളതോടുകൂടിയാണ് അവർ ജനിക്കപ്പെടുന്നത്. കടലിൽ നിന്ന് ജനിക്കുന്ന ജീവി ഓട്ടോമാറ്റിക്കലി നീന്താൻ അറിയുന്ന ഒരു ജീവിയായിട്ടാണ് മാറുന്നത്. മത്സ്യങ്ങളൊക്കെ അതിനങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. നമ്മൾ താത്തയെന്ന് പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ടാണ് കുട്ടി എന്താക്കാറുള്ളത്, നടത്തിക്കാറുള്ളത്. ഓക്കെ, അങ്ങനെ മനുഷ്യനെല്ലാം ആർജിച്ചെടുക്കേണ്ട ഒരുപാട് സ്കില്ലുകളാണ്. ഒരുപാട് ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ചില ജീവികളൊക്കെ കാണും, ഗംഗാരുൻ്റെ ആണെന്ന് തോന്നുന്നു, പ്രസവിച്ച ഉടനെ അമ്മ ചവിട്ടുന്നതാണ്. ചവിട്ടിട്ട് അങ്ങോട്ട് തെറിച്ച് വീഴും, പിന്നെ അത് അവിടെ നിന്ന് എന്താവും, ഓട്ടോമാറ്റിക് നടന്നു പോകും. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ടീനേജിന് മുമ്പ്, 12 വയസ്സിന് മുമ്പ് കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ അധ്യാപകന്, രക്ഷിതാക്കൾക്കൊക്കെ വളരെ വലിയ പങ്കുണ്ട്. അതെങ്ങനെ കുട്ടിയെ പെരുമാറ്റത്തെ പഠിപ്പിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും യുവത്വത്തിലും മറ്റു ഭാവിയിലും കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അച്ചടക്കം എന്ന് പറയുന്നത് 1-ലും 2-ലും പഠിക്കണ കുട്ടി നമ്മുടെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ എന്താക്കണം, ഒന്നാമത് മനസ്സിലാക്കണം. അതെങ്ങനെയെന്നൊക്കെ പറയലാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, നമുക്ക് ഒരു കുട്ടി വളരെ ചെറിയ കുട്ടി കരയണ സന്ദർഭത്തിൽ ഉമ്മയുടെ ഇടത് ഭാഗത്ത് കിടക്കുന്ന സന്ദർഭത്തിൽ കുട്ടി കരച്ചിൽ പെട്ടെന്ന് നിർത്തുമെന്നാണ്. വലത് ഭാഗത്ത് തോളത്തിടുന്നതിനേക്കാൾ കൂടുതൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്താണ് ഹൃദയമിടിപ്പുണ്ടാവുക. കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിലാകുന്ന സമയത്ത് കുട്ടി എന്ത് കേൾക്കുന്നുണ്ട്, ഉമ്മയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ട്. ആ ഹാർട്ട് ബീറ്റ് പുറത്തു വന്നതിന് ശേഷം കേൾക്കുന്നത് കുട്ടി ഇടത് ഭാഗത്ത് കിടത്തുമ്പോഴാണ്. അപ്പോൾ അതുപോലും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് എല്ലാ ഉസ്താദുമാർക്കും അറിയുന്ന ഒരുപാട് വിഷയങ്ങളാണ്. ഗർഭത്തിലുണ്ടാകുന്ന സന്ദർഭത്തിൽ കുട്ടികളെ എങ്ങനെ നോക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ TV കാണരുതെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, സിനിമ കാണരുതെന്നൊക്കെ. അത് കുട്ടിയെ ബാധിക്കും എന്നുള്ളതൊക്കെ കൊണ്ടൊക്കെയാണ്. അപ്പോൾ കുട്ടികളുടെ ഈ സ്വഭാവം, ഈ അച്ചടക്കത്തിന് പാരൻസിന് വലിയ പങ്കുണ്ട് എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്കവിടെ ക്ലോസ് ചെയ്യാം.
അങ്ങോട്ട് കയറി പോവുകയാണ്, ഒരുപാട് പറയാനുണ്ടാവും. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ, കുട്ടികൾ ക്ലാസ്സിലേക്ക് വന്നു. ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വന്നാൽ ആ കുട്ടിയുടെ സ്വഭാവം, ആ കുട്ടി അടങ്ങിയിരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യങ്ങൾ. ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് 3 തരത്തിൽ കാരണങ്ങളെ ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ കൂടെ തന്നെ വരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫിസിക്കൽ പ്രോബ്ലമാണ്. ഫിസിക്കൽ എന്ന് വെച്ചാൽ ശാരീരികമായ പ്രശ്നമുള്ള ഒരു കുട്ടി ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല. കാരണം കുട്ടിക്ക് ഇരുന്നിടത്തുനിന്ന് ബോർഡ് നോക്കിയിട്ട് കാണുന്നില്ല, ബോർഡിൽ എഴുതിയ അക്ഷരങ്ങൾ കാണുന്നില്ലെങ്കിൽ കുട്ടിക്ക് കാഴ്ച എന്നത് എനിക്ക് കുറവുണ്ട് എന്നത് കുട്ടിക്ക് മനസ്സിലാവില്ല. നമുക്കൊരു സംഗതി മനസ്സിലാവൽ എപ്പോഴാണ്? അനുഭവിച്ചിട്ട് പിന്നെ നഷ്ടപ്പെടുമ്പോഴാണ് ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാവുക. ഏറെക്കുറയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് കാഴ്ച എനിക്ക് കുറവായത് കൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കാണാത്തതെന്ന് കുട്ടികൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കുട്ടി കാണണം എന്നൊക്കെ കരുതിയിട്ട് മുന്നോട്ടേക്ക് വരും, അടുത്തുള്ള കുട്ടിയുടെ നോട്ട് ബുക്ക് നോക്കും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യും. കാരണം കണ്ണിൻ്റെ കാശ് ഇവിടെ ഇരുന്നിട്ട് കുട്ടിക്ക് കാണുന്നില്ല. വലിയ വിഷയമാണ്. നമ്മൾ അഥവാ ബോർഡുമേൽ താഴെ എഴുതുമ്പോൾ നമ്മൾ 2 കുത്ത് ഇട്ടിട്ടുണ്ടാകും. കുട്ടിക്ക് കണ്ണിൻ്റെ കാഴ്ച കുറവാണ്, നമ്മളിട്ട കുത്തിൻ്റെ വ്യക്തത കുട്ടിക്കില്ലെങ്കിൽ കുട്ടി പിറകിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു കുത്ത് മാത്രമാണ്. അപ്പോൾ കുട്ടി എന്ന് എഴുതിയാൽ കുട്ടി കരുതുന്നത് എന്താണ്? ഒരു കുത്തിട്ടാൽ മതി, കാരണം മറ്റേ കുത്ത് കുട്ടിക്ക് കാണണില്ല. ഉദാഹരണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കുട്ടി ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല. കാരണം അടങ്ങിയിരുന്ന് എനിക്ക് കാണൂല എന്നുള്ള പ്രശ്നം കൊണ്ട് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നിൽക്കും. ഇതേപോലെ ചെവിൻ്റെ പ്രശ്നമുണ്ട്, കേൾക്കാത്ത കുട്ടി ബേക്കിലിരുന്നിട്ട് കേൾക്കണില്ല. അപ്പോൾ കുട്ടിയുടെ ഫിസിക്കലായ ഒരുപാട് പ്രോബ്ലം കുട്ടികളുടെ അച്ചടക്കത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഇങ്ങനെ ഒരു വലിയൊരു ഭാഗമുണ്ട്, അത് നമ്മളവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി മറ്റൊന്നാണ് നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ക്ലാസ് റൂമിൽ നല്ല വെളിച്ചവും നല്ല ലൈറ്റും നല്ല ഫാനൊന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് ചൂടൊക്കെ എടുത്തിട്ട് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായും. ഓക്കെ, അത് സ്വാഭാവികമാണ്. സൗണ്ടിനെ, പുറത്തുനിന്ന് വരുന്ന സൗണ്ടുകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ് റൂം അല്ലെങ്കിൽ ഉസ്താദിൻ്റെ സൗണ്ട് ഈ കുട്ടി കേൾക്കില്ല. അപ്പോൾ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, ഒരു പഠനാന്തരീക്ഷം ഇല്ലാതാകുന്നു എന്നുള്ളത് കുട്ടിയെ ശ്രദ്ധയെ ഇല്ലാതാക്കും. ഓക്കെ, ശ്രദ്ധ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ഈ 3 നമുക്ക് കേന്ദ്രീകരിക്കുന്ന കുട്ടിയുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നുള്ളതിലേക്കാണ്. നിങ്ങൾക്ക് തിരിയണുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് സ്പീഡായി പോയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുട്ടിക്ക് ശ്രദ്ധ നഷ്ടപ്പെടുമ്പോഴാണ് അച്ചടക്കമില്ലാതാവുന്നത്, ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്തത്. ശ്രദ്ധ നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണമാണ് നമ്മൾ പറഞ്ഞത്, ഫിസിക്കൽ പ്രോബ്ലം ഉള്ള ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റൂല. രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞു, പഠനാന്തരീക്ഷം ക്ലിയർ അല്ലെങ്കിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ, ടോയ്ലറ്റിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചൊരു കുട്ടീനോട് നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞാൽ, നല്ലോണം മൂത്രയിക്കാൻ പറ്റിയൊരു കുട്ടിയാണ്, പോട്ടെ എന്ന് ചോദിച്ചു, പോണ്ട എന്ന് പറഞ്ഞു. കുട്ടി അവിടെ ഇരുന്നിട്ട് ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല, കുട്ടി എന്തൊക്കെയോ കളിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് അച്ചടക്കമില്ല എന്ന് പറയും, ക്ലാസ് ശ്രദ്ധിക്കായ്മയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ അച്ചടക്കമില്ലാത്തതിൻ്റെ ഒന്നാമത്തെ വിഷയം ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ കുട്ടിക്കാണുള്ള അച്ചടക്കമില്ലാത്ത കുട്ടികളെ നമ്മൾ പറയാം, വെറും ഓടിക്കളിക്കുന്ന കുട്ടികളെ, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ കുട്ടിയെ മൂത്രയിക്കാൻ വിടുക എന്നുള്ളതാണ് നമ്മളവിടെ കാണിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി ടോയ്ലറ്റ് തീരെ ക്ലീൻ അല്ല, ഒരു വൃത്തിയുമില്ലാത്ത ടോയ്ലറ്റാണെങ്കിൽ കുട്ടി മൂത്രമൊഴിക്കാൻ വേണ്ടി പോകില്ല. നല്ല വീട്ടിലെ കുട്ടിയൊക്കെയാണ്, വൃത്തിയിലൊക്കെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വരുന്ന കുട്ടിയാണെങ്കിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി കുട്ടി പോകില്ല, അവിടെയും ഫാൾട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് പഠനാന്തരീക്ഷത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ. ഇതും കുട്ടിയുടെ അച്ചടക്കം, കുട്ടികളുടെ പഠന നിലവാരം കുറയ്ക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മറ്റൊന്നാണ് ഉസ്താദുമാരുടെ കഴിവ്. വളരെ 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 പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാനും നിങ്ങളൊക്കെ ഉസ്താദുമാരാണ്. കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കുട്ടി പഠിക്കാൻ വേണ്ടി തയ്യാറാവില്ല. അതിൽ ഭാഷയൊക്കെ വലിയ വിഷയമാണ്. അഥവാ ചില കണ്ണൂർ ഉസ്താദുമാർ തെക്കൻ ഭാഗത്തൊക്കെ പോയി, അല്ലെങ്കിൽ തെക്കൽ ഉസ്താദുമാർ ഇങ്ങോട്ടൊക്കെ വന്ന് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് ഒരു പക്ഷേ സാധനങ്ങൾ പോലും തിരിഞ്ഞോളണം എന്നില്ല. അതൊക്കെ പറയാതെ നമ്മൾ പ്രകടിപ്പിക്കാതെ നമുക്കൊക്കെ അറിയുന്ന വിഷയങ്ങളാണ്. അതൊക്കെ വലിയ ഫാൾട്ട് പറ്റുന്ന പല ഇടങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള എങ്ങനെ ക്ലാസ് എടുക്കാമെന്നുള്ളത്, ക്ലാസ് മാനേജ്മെൻറ്റ് അറിയാത്ത ഉസ്താദുമാരാണെങ്കിൽ കുട്ടികൾ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുകയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ സൈക്കോളജിക്കൽ പരമായിട്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ പീക്ക് ലെവലിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ അറിയുന്ന ഉസ്താദുമാരാണെങ്കിൽ ഒരു പരിധിവരെ ഉസ്താദുമാർക്ക് കുട്ടികളെ വളരെ മനോഹരമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. പ്രാക്ടിക്കൽ ലെവലിലേക്ക് നല്ല നിലയിൽ വരുന്ന അധ്യാപകനാണെങ്കിൽ കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൽ കുട്ടികളുടെ സംസാരിക്കേണ്ട രീതിയുണ്ട്, കുട്ടികളോട് ചിരിക്കേണ്ട രീതിയുണ്ട്, കുട്ടികളോട് ഇടപെടേണ്ട രീതികളുണ്ട്, കുട്ടികളെ പേര് വിളിച്ച് സംസാരിക്കേണ്ട രീതിയുണ്ട്, എത്ര മിനിറ്റുകൾ എത്ര വർക്കുകൾ കൊണ്ടുപോകണം, പീരീഡ് എത്ര നേരമാണെങ്കിൽ അതിൽ എത്തുന്ന സമയത്ത് കുട്ടികളോട് ഇന്ന തരത്തിലുള്ള ആക്ടിവിറ്റികൾ കൊടുക്കണം. ക്ലാസ് റൂമിൽ 5 തരത്തിലുള്ള കുട്ടികളാണ് ഉണ്ടാവുക. നമുക്കറിയാം, ഒന്ന് പഠിക്കണമെങ്കിൽ കൈനറ്റിക് എനർജി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പൊതുവേ, ഒരു നല്ലൊരു വാക്ക് എന്നാണ് പറയാറുള്ളത്, വിഷ്വല്, അതേപോലെ തന്നെ എരിത്തറ്റിക്
അങ്ങനെ ഒരുപാട് സ്കില്ലുകളുണ്ട്. അതായത് നമ്മൾ പൊതുവെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയാറില്ല, ഇനി ഇതിൻ്റെ വാക്കുപോക്ക് എന്നൊക്കെ പറയാം, എല്ലാ ഉസ്താദ്മാർക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരികയും ചെയ്യാം, ഒരു വിഷയമില്ല. ഓക്കെ, അപ്പോൾ ഈ വാക്കുപോക്കുകളോട് കൂടി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അവിടെയാണ് മൾട്ടി സെൻസറി അപ്രോച്ച് എന്നൊക്കെ പറയാം. നമ്മൾ അൽബിർ മോഡൽ സ്കൂളുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കണം. അതിനാണ് നമ്മൾ TV ഇപ്പം നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരുന്നത്. ക്ലാസ് റൂമിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് പറയൊക്കെ ആക്കി വരുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. വലിയ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ സിലബസിലൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ വരണം. ഇപ്പം പുസ്തകങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ കളറാണ്, 3-ലൊക്കെ എത്തുമ്പോഴേക്ക് 2-ലെത്തുമ്പോഴും കളറല്ല എന്നാണ് ഇപ്പം തോന്നുന്നത്. അപ്പോൾ കളർ പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, അച്ചടക്കവും പഠനവും ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, അതും അവിടെ ക്ലോസ് ചെയ്യാണ്. മൂന്നാമത്തെ വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഫിസിക്കൽ നമ്മൾ പറഞ്ഞു, ശാരീരിക പ്രശ്നം. രണ്ടാമത്തെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, പഠനാന്തരീക്ഷത്തിൽ വരുന്ന ഫാൾട്ടുകൾ പറഞ്ഞു. മൂന്നാമത്തത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മെൻ്റൽ പ്രശ്നങ്ങളാണ്. മെൻ്റൽ എന്ന് വെച്ചാൽ ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ കുട്ടിയുടെ തലച്ചോറിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത് നമ്മൾ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇതാണ് മെയിൻ കുട്ടിയുടെ പഠനം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം. ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ നമ്മളിത് പറയും, പഠന വൈകല്യം എന്ന് പറയും. ഓക്കെ, പഠന വൈകല്യത്തിൻ്റെ കാരണങ്ങൾ പഠിച്ചു പോയാൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഈ ഒരു ഉസ്താദ് ADHDനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് ജസ്റ്റ് സൂചിപ്പിക്കാം, കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല. ആവശ്യമുള്ള ഉസ്താദ്മാർ പേഴ്സണായിട്ട് വന്ന് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ കൂടി ആകുമ്പോൾ നമുക്ക് അറിയുന്നതൊക്കെ പഠിക്കാനും വളരെ താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാ. നമ്മൾ പഠന വൈകല്യം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ചാപ്റ്റർ ഉണ്ട്. പ്രധാനമായിട്ടും 3-4 തരത്തിലാണ് പഠനത്തെ പഠിക്കുക. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇട്ടിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഓക്കെ, അഥവാ എഴുതാൻ അറിയാത്ത കുട്ടികൾ, വായിക്കാൻ അറിയാത്ത കുട്ടികൾ, മിറർ റൈറ്റിംഗ് ഒക്കെ വരും. അറബിയിൽ ബാ എന്ന് എഴുതേണ്ടത് കുട്ടി താ എഴുതും, കൂട്ടി വായിക്കാൻ കഴിയായ്മ, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഖുർആനും 4-ാം ക്ലാസ്സിലെത്തിയിട്ട് അക്ഷരങ്ങൾ അറിയില്ല ഉസ്താദെ, വായിക്കാൻ കിട്ടണില്ല ഉസ്താദെ, എഴുതാൻ വേണ്ടി പറ്റണില്ല, കൂട്ടി അക്ഷരം എഴുതില്ല, അങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ അറിയാത്ത ബേസിക് തന്നെ. ഇത് സംഭവം കുട്ടിയുടെ ഫാൾട്ടല്ല. കുട്ടി എത്ര അടിച്ചിട്ടും നമ്മൾ കാര്യമില്ല. 2 കണ്ണും കാണാത്തൊരു കുട്ടീനോട് നീ വായിക്കുമെന്ന് പറഞ്ഞിട്ട് ചെവി മുരടിയിട്ട് കുട്ടീനോട് വായിക്കാൻ പറഞ്ഞാൽ കുട്ടിക്ക് വായിക്കാൻ കിട്ടുമോ? കിട്ടൂല. കാരണം കുട്ടി കാണണില്ല. ഓക്കെ, ആ കുട്ടി നമ്മൾ അടിച്ചിട്ടോ കൊന്നിട്ടോ കാര്യമില്ല, ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല, പാരൻസിനോട് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കുട്ടിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട്. ആ കുട്ടിക്ക് ബോർഡിലുള്ള ഒരു സാധനം വായിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കുട്ടിയുടെ പരിഹാരം ഒരു കണ്ണട വാങ്ങിക്കൊടുക്കുക. കണ്ണിൻ്റെ എത്രയാണോ കുറവുള്ള ആ ലെൻസ് നമ്മൾ കണ്ണിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. എന്നതുപോലെ മൈൻഡലി കുട്ടികളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെൻ്റലി പ്രശ്നങ്ങൾ, ന്യൂറോണുകൾ എന്നാണ് പറയുക. ഓക്കെ, ന്യൂറോണുകൾ, തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ന്യൂറോണുകൾ ഒരു മിനിറ്റിൽ തന്നെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ സിനോപ്സിസ് എന്ന് പറഞ്ഞിട്ട് ന്യൂറോണുകൾ സഞ്ചരിക്കുന്ന പാത്ത് വേകളുണ്ട്. ഒരുപാട് പാത്ത് വേകൾ രൂപപ്പെടുക എന്നുള്ളതാണ്, ക്രിയേറ്റീവായ ഒരുപാട് പാത്ത് വേകൾ രൂപപ്പെടുക എന്നുള്ളതാണ് കുട്ടികളുടെ ഫോക്കസൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ കുട്ടികൾക്ക് അറ്റൻഷൻ കുറയുന്നു. അപ്പോൾ ഫോക്കസ് മെത്തേഡ് എന്നൊക്കെ പറയും. കുട്ടികളെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാനുള്ള ഒരുപാട് ട്രിക്കുകളും കളികളും ഗെയിമുകളും കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് ശ്രദ്ധ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുട്ടി ഒരു പരിധിവരെ ക്ലാസ്സിലേക്ക് പഠനത്തിലേക്കൊക്കെ ഇഷ്ടപ്പെടും. അതിനൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഉസ്താദും കുട്ടിയും തമ്മിൽ നല്ല ബൗണ്ടാവുക എന്നുള്ളതാണ്. നല്ല റാപ്പോ ബിൽഡ് ചെയ്യുക, വളരെ ഫ്രണ്ട്ഷിപ്പ് ആവുക. ഈ ഉസ്താദ് എനിക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് 1-ാം ക്ലാസ്സിൽ കുട്ടിയാണെങ്കിൽ പോലും കുട്ടിയെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഉസ്താദ് ചിരിച്ചിട്ടും കളിച്ചിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലി ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ള 1-ാമത്തെ മെത്തേഡ്. ഫോക്കസ് മെത്തേഡുകൾ, മൾട്ടി സെൻസറി. കുട്ടിക്ക് അഥവാ ബോർഡുമിൽ എഴുതിയാലൊന്നും തിരിയൂല. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ ഒന്ന് ഇങ്ങനെ നടത്തിച്ചിട്ടൊക്കെ ക്ലാസ് റൂമിൽ വരച്ച് വെച്ച ചിത്രങ്ങളൊക്കെ തൊടിയിച്ചിട്ടൊക്കെ കുട്ടിയെ പഠിപ്പിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഈ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. പിന്നെ ഈ സ്കൂളിലെ ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എല്ലാവർക്കും അറിയുന്നതാണ്. കൂട്ടലും കുറക്കലൊക്കെ മാറിപ്പോകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ മൈൻഡിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇത് ഈ ചെറിയ പ്രായത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ ക്ലാസ്സിലെത്തുമ്പോഴും കുട്ടികൾക്ക് ഇത് ബാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാം ADHD എന്നൊക്കെ പറഞ്ഞല്ലോ. ADHD എന്ന് വെച്ചാൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂല, കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മളൊരു കുട്ടിയെ പേര് വിളിച്ചു, ഉദാഹരണത്തിന് ബഷീറേ എന്ന് വിളിച്ചാൽ കുട്ടി ഉത്തരം തരൂല, കുട്ടി മറുപടി തരൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് സൗണ്ടുകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. ഒരുപാട് സൗണ്ട് ഒരേ സമയത്ത് വരികയാണ്. അതിൽ ബഷീറേ എന്ന് വിളിക്കുന്നത് എന്നെയാണെന്നൊന്നും മനസ്സിലാക്കാൻ കുട്ടിക്ക് കഴിയണില്ല വെച്ചാൽ ഈ ബുദ്ധിയുടെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. ഇത് വലിയ ബേജാറാവേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള തെറാപ്പികളും കുറച്ച് മെഡിസിൻസും, ഓക്കെ, മെഡിസിൻസ് അടക്കം ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ
മെഡിസിൻസുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും, കുറച്ചും കൂടി കൂടിയ ലെവലൊക്കെ ആണെങ്കിൽ. അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ തീരാവുന്നതും മാറാവുന്നതും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ വലിയ മന്ദബുദ്ധി എന്നൊക്കെ ആക്കിയിട്ട് നമ്മൾ ഒരു ഭാഗത്ത് മുദ്ര കുത്തും. അങ്ങനെ മുദ്ര കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുട്ടികൾക്ക് അറ്റൻഷൻ കിട്ടില്ല, ഒരുപാട് സാധനങ്ങൾ മിസ്സാവും. ഈ കുട്ടികൾക്ക് കുട്ടികളാകുമ്പോൾ കുസൃതി വേണം, പക്ഷേ വികൃതി വേണം. പക്ഷേ ഈ വികൃതി ആസ്വദിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, കുട്ടികൾ ആസ്വദിക്കുന്നതാണ് കുഴപ്പമില്ല. ഈ കുട്ടിക്ക് തിരിയണില്ല ഞാൻ എന്താ ചെയ്യണത്. കസേര വലിച്ചു കൊണ്ടുവരുന്നു, കസേര കൊണ്ടുപോയിടുന്നു, വെറുതെ അപ്പുറത്തെ കുട്ടീനെ നുള്ളുന്നു, പിടിക്കുന്നു, ചൊറാന്ന് വെച്ച ചൊറ. ക്ലാസ്സിൽ അങ്ങനെ അങ്ങനെ. ഈ കുട്ടികൾക്കാണ് നമ്മൾ ADHD ഉള്ള കുട്ടികളെന്ന് പൊതുവെ പറയാം. ഒരു തരത്തിലും നമുക്ക് വാങ്ങി കിട്ടൂല എന്നുള്ളത്. അതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള രീതിയിൽ ഒരു പരിധിവരെ പോവുകയാണെങ്കിൽ ഒരു കമ്പനീൻ്റെ പുറത്ത് കുട്ടി നമ്മൾ പറയണത് കുട്ടി ഒന്ന് പൊക്കി വെച്ചിട്ടൊക്കെ ഒരു പരിധിവരെ നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ കുറച്ച് തെറാപ്പികളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടി വരിക. ഈ നേരത്തെ പറഞ്ഞ ഫോക്കസ് മെത്തേഡുകളും CBT തെറാപ്പികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, കുട്ടികളുടെ മൈൻഡുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള തെറാപ്പികളാണ്. അതിനൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റും സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ ഈ കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇനി ഇങ്ങനത്തെ കുട്ടികൾ നമ്മളെ ഡോക്ടറൊന്നും കാണിച്ച് മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ പോലും വലിയതാകുമ്പോൾ ഏകദേശം ഒരു 10-40% കുട്ടികൾ ക്ലിയർ ആകും. ഒരു പ്രായമാകുമ്പോൾ അങ്ങോട്ട് ശരിയായിക്കോളൂ എന്ന് പറയാം, കുറച്ച് ശതമാനം. എന്നാൽ കുറച്ച് നല്ലൊരു ശതമാനം അവർ മാറണില്ല. അവരാണ് പൊതുവെ ഈ കഞ്ചാവിനൊക്കെ അടിമകളാവുന്നതിലൊക്കെ ഈ ഒരു സ്വഭാവം വളരെ കണക്റ്റ് ചെയ്യാറുണ്ട്. പൊതുവെ പഠനങ്ങളൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത്. ഒരു എടുത്തുചാട്ടമൊക്കെ കൂടുതലുള്ളത് ഇത്തരം കുട്ടികൾക്കൊക്കെയാണ്. അങ്ങനത്തെ കുട്ടികൾ നമുക്ക് പള്ളിയിലേക്കൊന്നും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ക്ലാസ് റൂമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ അങ്ങനെയൊക്കെ ആകുമല്ലോ എന്ന് കരുതിയിട്ട് പാരൻസുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ പറയുമ്പോൾ പറയേണ്ടതാണ്, പഠിക്കുക എന്നുള്ളതോ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതോ അല്ല ഒരു കുട്ടിയെ അളക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം. നമ്മൾ IQ ലെവൽ എന്നാണ് പറയുക. IQ, SQ, EQ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അളവുകോലുകളുണ്ട്. ഓക്കെ, ഈ IQ എന്ന് വെച്ചാൽ ഒരുപാട് മെമ്മറി ആക്കുക, അത് പരീക്ഷ കൊണ്ടുപോയി എഴുതുക, ഫുൾ മാർക്ക് കിട്ടുക, ++ കിട്ടുക എന്നുള്ളതാണ്. ++ കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ ഉസ്താദന്മാർക്കും അറിയുന്നതാണ്. നമ്മൾ ആത്മീയമായിട്ട് മദ്രസ വിദ്യാഭ്യാസം ആകുമ്പോൾ ആത്മീയമായിട്ട് ജീവിതത്തിലേക്ക് പകർത്തുന്ന രീതിയിലേക്ക് അത് വരണമെങ്കിൽ കുട്ടികൾക്ക് മറ്റു പല രീതിയിലുള്ള പഠനങ്ങളും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. വെറും ചോദ്യോത്തരം വായിച്ചു അതിന് പുറമെ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്കൊക്കെ പോകുമ്പോഴാണ് മദ്രസ വിദ്യാഭ്യാസം എന്നുള്ള നിലക്ക് വിജയിക്കുകയുള്ളൂ. സ്കൂളിലും മദ്രസകളിലൊക്കെ ഇപ്പോൾ സമാനമായ രീതിയിലാണ് പഠനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പഠിക്കുന്നു, എന്നാലും സ്കില്ലില്ലാത്ത രീതിയിലാകുന്നു. ഒരുപാട് പഠിക്കുന്നു, ഫുൾ ++ ഒക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാലും പള്ളിയിൽ നിസ്കരിക്കാൻ മഹലിലെ പള്ളിയിൽ ഒറ്റ മദ്രസയിലെ കുട്ടികൾ വരണില്ല. റുക്കൂയിൽ സുജൂദിൽ കാല് വെക്കലില്ല, നിസ്കാരം ശരിയാവണില്ല, എന്നാലും പരീക്ഷയ്ക്ക് ഫുള്ള് മാർക്കും ഉണ്ടെന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുമ്പോൾ മാനസികമായ വിഷമങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുതയും കൂടി ഇവിടെ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അച്ചടക്കം എന്ന് പറയുന്നത് കുട്ടിക്ക് പഠിക്കാനുള്ളൊരു താല്പര്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. അതില്ലാതെ കുട്ടി വെറുതെ ഇരിക്കുന്നു, അങ്ങനെയാണെങ്കിലും അതിന് അച്ചടക്കമുള്ള കുട്ടി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ക്ലാസ്സിൽ അടങ്ങിയിരിക്കുക എന്നുള്ളതല്ല അച്ചടക്കത്തിൻ്റെ മാനദണ്ഡം, പഠനത്തിലേക്ക് വരിക എന്നുള്ളതാണ് മാനദണ്ഡം. അതിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ ADHD പോലുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അങ്ങനത്തെ കുട്ടികൾ പിന്നെ പൊതുവെ മദ്രസയിലേക്ക് വരാൻ സാധ്യതയില്ല. ഇതിനൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഹ്യൂജ് എമൗണ്ട് കുട്ടികളായിരിക്കും നമ്മുടെ ക്ലാസ് റൂമിലുണ്ടാവും. ഒരുപാട് കുട്ടികൾ 40-35 കുട്ടികളൊക്കെ ഉണ്ടാവും. ഒരു പാവം ഉസ്താദിനൊക്കെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ്. അപ്പം കുട്ടികളുടെ എണ്ണം കുറയുകയും സ്കില്ലുള്ള ഉസ്താദൊക്കെ ആവുകയാണെങ്കിൽ ഒരുപാട് തരത്തിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റും. പൊതുവെ ക്ലാസ്സിൽ 3 തരത്തിലുള്ള കുട്ടികളാണ് ഉണ്ടാവുക എന്ന് പറയാം. ഒന്ന് നല്ല ഒരു ഓവർ IQ ഒക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടികളാണ്. ഓക്കെ, അവർ നമ്മൾ പഠിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിൽ അവർ ഉഷാറായിട്ട് പോകും. ഒന്ന് പിന്നെ മന്ദബുദ്ധികൾ എന്ന് പറഞ്ഞിട്ട് പറ്റപ്പോയൊരു വിഭാഗമാണ്. മൂന്നാമത്തെ ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാനിരുന്നാവും പഠിക്കും, പക്ഷേ പഠിക്കണില്ല ഉസ്താദ് എന്ന് പറയുന്ന വിഭാഗം. അവരെ ഒന്ന് നമ്മൾ മോട്ടിവേഷനൊക്കെ ചെയ്ത്, മോട്ടിവേഷനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അവർക്ക് ഒരു സപ്പോർട്ടൊക്കെ ആയി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഹദീസിൽ കാണാം, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹദീസുകളൊക്കെ കാണാം. അപ്പോൾ സപ്പോർട്ട് നമ്മളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു പരിചയപ്പെടുത്തലൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തിൽ. ഒരുപാട് ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ടാവും. കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കുട്ടികളുടെ പഠനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് അച്ചടക്കമില്ലായ്മ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ്. പഠനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണമെങ്കിൽ പ്രധാനമായിട്ട് ഈ 3-4 ഏരിയകളാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരിക. ഒന്ന്, ക്ലാസ്സിലെ ഫിസിക്കൽ, കുട്ടിയുടെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് പഠനത്തിൽ പിറകോട്ടാകും. അപ്പോൾ അച്ചടക്കമില്ലായ്മ എന്നുള്ള കാറ്റഗറിയിലേക്ക് കുട്ടി വീഴും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് കുട്ടിക്ക് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, പഠനവുമായി പഠനാന്തരീക്ഷമില്ലാത്ത അന്തരീക്ഷമാണെങ്കിൽ
അധ്യാപകൻ്റെ കഴിവുകേടുകളാവാം, പുസ്തകത്തിൻ്റെ സിലബസിൻ്റെ വാല്യൂ കുറവുണ്ടെങ്കിൽ അതാവാം, ക്ലാസ് റൂമിൽ ലൈറ്റ് ഇല്ലാത്തതാവാം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. മൂന്നാമത്തെ മെൻ്റൽ എന്ന് പറയുന്ന ഒരു വിഷയമാണ്, തലച്ചോറുമായി ബന്ധപ്പെട്ട ന്യൂറോണുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. അത് പരിഹരിക്കണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിനെ ഒരു പക്ഷേ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവരും, സൈക്കോളജിസ്റ്റിനെ കാണേണ്ടി വരും, അങ്ങനെയുള്ള പല രീതികളും അതിന് സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉള്ളതാവുമ്പോൾ നമുക്കൊരു പരിധിവരെ നമുക്ക് ക്ലാസ് റൂം ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. അവസാനമായിട്ട് പറയട്ടെ, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അടങ്ങിയിരുന്ന് എല്ലാവരും ശ്രദ്ധിച്ചാലേ ഞാൻ ക്ലാസ് എടുക്കുകയുള്ളൂ എന്നൊരു ഉസ്താദ് തീരുമാനിക്കുകയാണെങ്കിൽ ഒരിക്കലും സിലബസ് തീരൂല. ഒരിക്കലും കുട്ടികൾ അങ്ങനെ ഇരിക്കില്ല. കുട്ടികളെന്ന് വെച്ചാൽ കുസൃതി ഉള്ളവരാണ്, വികൃതി ഉള്ളവരാണ്. പക്ഷെ അവരെ മനസ്സിലാക്കി അവരോടൊപ്പം ഇഴകുന്ന രീതിയിലുള്ള അധ്യാപകനായി കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള അധ്യാപകനാവാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറയാം, കുട്ടികൾ 40 ആളും 35 ആളും ഞാൻ പറയുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതിനേക്കാൾ നല്ലത് ഞാൻ ഒരാൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും നല്ല നല്ല ചർച്ചകളൊക്കെ ഉണ്ടാവട്ടെ. അള്ളാഹു നമ്മുടെ ഖിദ്മത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.